കാറിൽ നിന്നും ഇറങ്ങുന്ന വിച്ചുവിനെയും വർഷയെയും കണ്ട് ദർശനും ദേവിയും പരസ്പരം നോക്കി. നിങ്ങളെന്താ ഈ സമയത്തിവിടെ? അവർക്കടുത്തേക്ക് നടന്ന് ദർശൻ ചോദിച്ചു. ദേവിയും അവന് പുറകെ തന്നെ നടന്നു വന്നു. കാറിൻ്റെ ശബ്ദം കേട്ട് രാധികയും അങ്ങോട്ടേക്ക് വന്നു. അമ്മ പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരാൻ. അമ്മ എന്തിനാ ഇവരോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? വിച്ചു പറഞ്ഞത് കേട്ട് വരാന്തയിൽ നിൽക്കുന്ന രാധികയോടായി ദർശൻ തിരിഞ്ഞു നിന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല ഇവരോട് ഇങ്ങോട്ടേക്ക് വരാൻ. അയ്യോ, ഈ അമ്മയല്ല, ഞങ്ങളുടെ അമ്മയാ പറഞ്ഞത്. പറഞ്ഞത് തിരുത്തിക്കൊണ്ട് വിച്ചു പറഞ്ഞു. എന്നിട്ട് ലതാമ്മ എന്തിയേ? അതെ, മുഴുവൻ ചോദ്യങ്ങളും ഇവിടെ തന്നെ നിർത്തി ചോദിക്കാനാണോ നിങ്ങളുടെ തീരുമാനം? ഞങ്ങൾക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ലേ? സോറി, അത് മറിഞ്ഞു. വാ രണ്ടുപേരും അകത്തേക്ക് കയറ്. ദേഷ്യം പിടിച്ചതുപോലെ വർഷ പറഞ്ഞതും ദർശൻ രണ്ടുപേരെയും അകത്തേക്ക് ക്ഷണിച്ചു. ഞാൻ ഓഫീസിൽ നിന്നും വരുമ്പോൾ അമ്മ വീട്ടിലില്ല. ഇവളോട് ചോദിച്ചപ്പോൾ ഒരു 10 മിനിറ്റ് മുൻപ് ആരോ ഫോൺ ചെയ്ത് അമ്മ ഡ്രൈവറിൻ്റെ കൂടെ പുറത്തു പോയി എന്ന് പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഡ്രൈവർ വന്ന് കീ തന്നിട്ട് പോയി. അയാളോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞിട്ട് ഏതോ ഒരു കോഫി ഷോപ്പിലാണ് കൊണ്ടുപോയി ആക്കിയതെന്ന് പറഞ്ഞു. കൂടാതെ അമ്മ ഞങ്ങളെ വിളിച്ചോളുമെന്നും. കുറച്ചു നേരം മുൻപ് അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരാൻ. ഇത്രയേ എനിക്കറിയുള്ളൂ. അച്ഛനും വൈകുന്നേരം ഒരു ഫോൺ വന്നപ്പോൾ പുറത്തേക്ക് പോയതാണ്, ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ രണ്ടുപേരും ഒരേ സ്ഥലത്ത് തന്നെയായിരിക്കും പോയത് അല്ലേ? അവരുടെ സംഭാഷണം കേട്ടുകൊണ്ട് കല്ലു പറഞ്ഞു. നിങ്ങൾ പോയില്ലേ ഇതുവരെ? കല്ലുവിനെ കണ്ടതും സന്തോഷത്തോടെ അവൾക്കടുത്തേക്ക് പോയി നിന്ന് വർഷ ചോദിച്ചു. ഞങ്ങൾ പോവാൻ ഇറങ്ങിയപ്പോഴാണ് ദാസച്ചൻ വിളിച്ചത്. അച്ഛൻ വന്നിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. ഷെടാ, ഇതിപ്പോൾ ആകെ മൊത്തം സസ്പെൻസ് ആയല്ലോ. ആർക്കും കാര്യം പിടികിട്ടാത്തതുപോലെ പരസ്പരം നോക്കി. കുറച്ചു നേരം കൂടി കഴിഞ്ഞപ്പോൾ ഹരിദാസിൻ്റെ കാർ മുറ്റത്ത് വന്ന് നിന്നു. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ചെന്നു. കാറിൽ നിന്നും ഇറങ്ങുന്ന ഹരിദാസിനെയും ലതയുടെയും മുഖം കണ്ടപ്പോഴാണ് എല്ലാവർക്കും സമാധാനമായത്. രണ്ടുപേരും വളരെ സന്തോഷത്തിലായിരുന്നു. എല്ലാവരും കുറേ നേരമായോ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്? ഇതൊന്നും കിട്ടേണ്ടേ, അതാ വൈകിയത്. കയ്യിലുള്ള KFCയുടെ കവർ മുന്നിലേക്ക് കാട്ടിക്കൊണ്ട് ഹരിദാസ് പറഞ്ഞു. ലതയുടെ കയ്യിലും ഉണ്ടായിരുന്നു ഒരു കവർ. എന്തോ സ്വീറ്റ്സിൻ്റെ കവറായിരുന്നു അത്. അച്ഛാ, നിങ്ങൾ രണ്ടുപേരും എവിടെ പോയതാ? അതൊക്കെ പറയാം, ആദ്യം നീ ഇതുകൊണ്ട് അകത്ത് പോയി വെക്ക്. ഹരിദാസ് പറഞ്ഞതും അനുസരണയുള്ള ഒരു കുട്ടിയെപ്പോലെ ദർശൻ കവറൊക്കെ വാങ്ങിയിട്ട് അകത്തേക്ക് കൊണ്ടുപോയി വെച്ചു. എല്ലാവരും ഓരോരുത്തരായി അവന് പുറകെ അകത്തേക്ക് കയറി. ഹരിദാസ് വിച്ചുവിനടുത്ത് വന്ന് നിന്നു. മോളുടെ ഫേവറേറ്റാണ് ഞാൻ വാങ്ങിയത്. മോൻ്റെ ഇഷ്ടം എന്താണെന്ന് ഞാൻ ഇവളോട് ചോദിച്ചു. ഇത് തന്നെ മതിയെന്ന് ലത പറഞ്ഞു. ഇതെന്താ ഇവരുടെ രണ്ടുപേരുടെയും മാത്രം ഇഷ്ടം? ബാക്കിയുള്ളവർക്കൊന്നും ഇഷ്ടങ്ങളില്ലേ? വർഷയ്ക്ക് കുശുമ്പ് കുത്തി. ഇന്നത്തെ ദിവസം എൻ്റെ ഈ 2 മക്കളുടെയും ഇഷ്ടങ്ങൾ നോക്കാനേ തരമുള്ളൂ. നിനക്കിഷ്ടമുള്ളത് പിന്നെ ഞാൻ വാങ്ങിത്തരാടി പെണ്ണെ. അവളുടെ തോളിലായി ഒന്ന് തട്ടിക്കൊണ്ട് ഹരിദാസ് പറഞ്ഞപ്പോൾ വിച്ചുവിനും ദേവിക്കും കാര്യങ്ങളൊക്കെ ഏതാണ്ട് പിടികിട്ടി. അവർ പരസ്പരം ഒന്ന് നോക്കി. ദേവി പതുക്കെ അവിടുന്ന് വലിയുന്നത് പോലെ അകത്തേക്ക് നടന്നു. മോൾ അവിടെയൊന്ന് നിന്നേ, ഇങ്ങോട്ടേക്ക് വാ. ഹരിദാസ് വിളിച്ചതും മടിച്ച് ദേവി അദ്ദേഹത്തിനടുത്തേക്ക് ചെന്ന് നിന്നു. ഹരിദാസ് മകളെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചു. ഇനി നിങ്ങളുടെ എല്ലാവരുടെയും ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ തരാം. ആമിമോള് വിളിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും പോയത്. മോൾക്ക് പറയാനുള്ളത് ഒരു സന്തോഷ വാർത്തയാണെന്ന് മാത്രമേ വിളിച്ചപ്പോൾ പറഞ്ഞുള്ളൂ. അതുകൊണ്ടാ നിങ്ങളോടൊന്നും പറയാതെ ഞാൻ ഇവിടുന്ന് പോയത്. അവിടെ ചെന്നപ്പോഴാണെങ്കിലും ഇയാൾ ഇരിപ്പുണ്ട്. പിന്നെ കാര്യമൊക്കെ അറിഞ്ഞപ്പോൾ ഇതെല്ലാം വാങ്ങിയിട്ട് എല്ലാവരുമായി ഒന്നിച്ച് പറയാമെന്ന് വെച്ചു. അതാ ഇവരെ കൂടി ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. എന്താ ആമി പറഞ്ഞത്? രാധികയ്ക്കും ആകാംക്ഷയായി. നമ്മുടെ മകളെ വിവാഹത്തിന് സമ്മതിച്ചിടും. സന്തോഷത്തോടെ ഹരിദാസ് അത് പറഞ്ഞപ്പോൾ കേട്ടത് വിശ്വസിക്കാനാവാതെ എല്ലാവരും ഒരു നിമിഷം നിന്നു. സത്യാണോ ദാസേട്ടാ? അങ്ങനെ കള്ളം പറയുന്ന കാര്യമാണോ രാധിക ഇത്? രാധികയ്ക്കടുത്തേക്ക് നടന്നു വന്ന് കയ്യിലിടുന്ന സ്വീറ്റ് ബോക്സ് തുറന്ന് രാധികയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് ലത പറഞ്ഞു. നിന്റെ കൈകൊണ്ട് തന്നെ ഈ മധുരം മകൾക്ക് കൊടുക്കാദ്യം. രാധിക ദേവിയെ ഒന്ന് നോക്കി. അവളുടെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയാണ്. വേണ്ട, ചേച്ചി തന്നെ കൊടുക്കാദ്യം. നിറഞ്ഞൊഴുകുന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് രാധിക പറഞ്ഞു. ഇങ്ങ് തന്നെ, ഞാൻ കൊടുത്തോളാം. രാധികയുടെ കയ്യിൽ നിന്ന് സ്വീറ്റ് ബോക്സ് വാങ്ങി ഒരു ലഡു എടുത്ത് രണ്ടുപേർക്കുമായി ഹരിദാസ് പങ്കിട്ട് കൊടുത്തു. സന്തോഷായി മക്കളെ, പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു വാർത്തയാണിത്. അതുകൊണ്ട് തന്നെ സന്തോഷത്തിന് ഒരു അളവില്ല മനസ്സിൽ.
പിന്നീട് അങ്ങോട്ട് എല്ലാവരുടെയും സന്തോഷ പ്രകടനങ്ങളായിരുന്നു. ദേവിയെയും വിച്ചുവിനെയും കെട്ടിപ്പിടിച്ചും കരഞ്ഞും എല്ലാവരും സന്തോഷം പരസ്പരം പങ്കുവെച്ചു. ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് ദർശന മനസ്സിൽ എന്തോ ഒരു അസ്വസ്ഥത തോന്നിയിരുന്നു. ഇത്രയും വലിയൊരു കാര്യമുണ്ടായിട്ടും ഒരു സൂചന പോലും ആമി തനിക്ക് തന്നില്ല. സന്തോഷമുള്ളൊരു വാർത്ത കേട്ടിട്ട് കൂടി മനസ്സറിഞ്ഞൊന്ന് സന്തോഷിക്കാൻ പോലും അവന് അന്നേരമായില്ല. എല്ലാവരും കൂടി എനിക്ക് ചുറ്റും വട്ടം കൂടി ഇരുന്നിട്ട് ഒരു കാര്യമില്ല. എനിക്കൊരു പ്രശ്നവുമില്ലാന്നേ. ഒരു പ്രശ്നമില്ലാതെയാണോ നീ ഇന്ന് ഓഫീസിൽ വെച്ച് അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത്? എന്താ മോളെ, എന്താ നിന്റെ പ്രശ്നം? ഇവർ പറയുന്നതിലും കാര്യമില്ലേ? ഇവിടെ നിന്ന് പോകുന്നത് വരെ നീ ഇങ്ങനെയല്ലായിരുന്നല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടായോ വീട്ടിൽ? അവൾക്കരികിലായി വന്നിരുന്നു കൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് കാർത്തിക ചോദിച്ചു. പ്രശ്നമൊന്നും ഉണ്ടായില്ലേ ചേച്ചി. പക്ഷേ ഞാൻ കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മാറ്റങ്ങളാണ് നിങ്ങൾ കണ്ടത്. എന്ത് തീരുമാനം? സ്വാതി ചോദിച്ചു. അതിപ്പോൾ നിങ്ങളെന്നോട് ചോദിക്കരുത്. സമയമാകുമ്പോൾ ഞാൻ എല്ലാവരോടും പറയും. ശരി, അതെന്താണെന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല. നീ എന്ത് തീരുമാനമെടുത്താലും അത് എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഇപ്പോൾ എടുക്കുന്ന ഈ തീരുമാനത്തിൽ നിന്റെ സന്തോഷവും ഉണ്ടാകണം. അവളുടെ മനസ്സ് വായിച്ചെന്ന പോലെ സ്വാതി പറഞ്ഞു. ആമിയും ഒരു നിമിഷം സ്വാതിയെ തന്നെ നോക്കിയിരുന്നു. അല്ലെങ്കിലും അവളോളം തന്നെ ആരും മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോൾ നിനക്ക് വേണ്ടത് സ്വസ്ഥമായൊരു ഉറക്കാണ്. ഒന്നും ആലോചിക്കേണ്ട, പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങ്. ഒരു കാര്യം മാത്രം മനസ്സിൽ വയ്ക്കണം, ഇന്നും കൂടെയുണ്ടാകും ഞങ്ങൾ. അവസാന വാക്കുകൾ സ്വാതി പറഞ്ഞതും ആമിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇനിയും ഇവിടെ നിൽക്കാനാവില്ല എന്ന് മനസ്സിലായതും അവൾ എഴുന്നേറ്റ് മുറിയിലേക്ക് തന്നെ പോയി.